ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് കുമരകത്താണ്. കുമരകത്ത് ശരത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു ഗോൾഡൻ റിട്രീവറിൻ്റെ വീഡിയോ ചെയ്യാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരത്തേണ്ണ കാണാൻ പോകും. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ കുമരകത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. അപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ശരത്തേണ്ണ വിളിച്ചെന്നു. എടുത്തേട്ടാ. ഹായ്, എൻ്റെ പേര് ശരത്ത്. എൻ്റെ വീട് കുമരകത്താണ്. കുമരകത്തു നിന്ന് ഒരു അര കിലോമീറ്റർ മാറി ബോട്ടിയെട്ടിയുടെ അടുത്തായിട്ട് വരും. ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഗോൾഡൻ റിട്രീവർ എന്നുള്ള ബ്രീഡാണ്. ഓക്കെ. അപ്പം ഗോൾഡൻ റിട്രീവർ നമുക്കിപ്പോൾ എത്ര ഉണ്ട് നമ്മളിവിടെ തന്നെ? ഇപ്പം നിലവിൽ 2 ഗോൾഡൻ റിട്രീവറാണുള്ളത്, ഒരു മെയിലും ഒരു ഫീമെയിലും. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ സ്പിറ്റ്സിനൊക്കെ കണ്ടു. അപ്പോൾ അതും നമ്മൾ മേറ്റ് ചെയ്യിക്കുന്നൊക്കെ ആണോ? ഇല്ല, നമുക്ക് സ്പിറ്റ്സ് ഇപ്പോൾ 2 ഫീമെയിലാണ് നിലവിലുള്ളത്. അപ്പോൾ അവർ മേറ്റ് ചെയ്യിക്കുന്നത് നമ്മൾ വെളിയിൽ കൊണ്ടുപോയി മേറ്റ് ചെയ്യിച്ച് കൊണ്ടുവരും. ഇപ്പം ഇവിടെ മെയിലും ഫീമെയിലായിട്ട് കീപ്പ് ചെയ്യുന്നത് ഗോൾഡൻ റിട്രീവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര റിട്രീവർ ഉണ്ട് നമ്മളിവിടെ തന്നെ? റിട്രീവർ ഇപ്പം നിലവിൽ 2 എണ്ണം ഉണ്ട്. പിന്നെ ഒരു പപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. പപ്പി ഇപ്പോൾ ഒരു 1.5 മാസത്തോളം പ്രായമായിട്ടേ ഉള്ളൂ. അത് മെയിൽ പപ്പി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് സ്റ്റഡിങ് തന്നെയാണോ നോക്കുന്നത്, അതോ? സ്റ്റഡിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6-7 ഫീമെയിൽസോളം സ്റ്റഡി ചെയ്ത് പോയി. പിന്നെ ഇപ്പോൾ നമ്മുടെ ഫീമെയിലിനെയും സ്റ്റഡി ചെയ്ത് ഇപ്പോൾ ഒരു കൺഫേം പറയാറായിട്ടില്ല, ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ പപ്പീസൊക്കെ ഇപ്പോൾ എത്ര ലിറ്റർ? ഇപ്പം നിലവിൽ 2 ഫീമെയിൽസിൽ ലിറ്റർ ഇറങ്ങി നിൽപ്പുണ്ട്. പിന്നെ ഒരു 3 എണ്ണത്തോളം, 3 എണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് പറയാറായിട്ടില്ല, ഒരു 20 ദിവസത്തോളം ആയിട്ടുള്ളൂ. ബാക്കി 2 എണ്ണം, ഒരെണ്ണം ഒരു 35 ദിവസവും പറഞ്ഞ ഒരു 50 ദിവസം അടുപ്പിച്ച് കൺഫേം ആയി നിൽപ്പുണ്ട്, ലിറ്റർ ഇറങ്ങാൻ നിൽപ്പുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര പപ്പി വെച്ച് നമുക്ക് ലിറ്റർ? ഫസ്റ്റ് ലിറ്ററിൽ 7 പപ്പിയായിരുന്നു, രണ്ടാമത്തേതിൽ 9 പപ്പിയായിരുന്നു. നല്ലൊരു പ്രൊഡ്യൂസർ തന്നെയല്ലേ? പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഇതാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം പപ്പീനെ എടുത്തു. അപ്പോൾ ശരത്തേട്ടൻ്റെ ഇപ്പോൾ എവിടുന്ന് പപ്പീനെ നമ്മൾ കൊണ്ടുവന്നൊരു കാര്യം പറയുന്നത്, ഞാൻ ഇവൻ ശരിക്കും പറഞ്ഞ് ഇവൻ ബ്രീഡ് ചെയ്യിച്ചത് ബാംഗ്ലൂർ ബേസാണ്. പിന്നെ ഞാൻ ഇവനെ എടുക്കുന്നത് ചെങ്ങന്നൂരുള്ളൊരു ചേട്ടൻ്റെ, സുനിൽ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ആണ്. അതപ്പോൾ ഒരു 8 മാസം പ്രായമായപ്പോഴത്തേക്കാണ് ഞാൻ ഇവനെ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈനേജിൻ്റെ കാര്യം നിൽക്കും. മിക്കവരും പപ്പീനെ എടുക്കുമ്പോൾ ലൈനേജാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നമുക്ക് ബ്രീഡിങ് ആൻ ചെയ്യുന്നവരാണെങ്കിൽ ലൈനേജിൻ്റെ ഒരു മെയിൻ നോക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈനേജിൻ്റെ കാര്യം, ലൈനേജ് വരുമ്പോൾ ഡയറക്റ്റ് ചാമ്പ്യൻസ് അല്ല ഗ്രാൻഡ് പേരൻസ് സൈഡ് വരുന്നത് ചാമ്പ്യൻസ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നല്ലൊരു ലൈനേജിൽ എടുക്കാൻ വേണ്ടി തന്നെ ഇരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലൊക്കെ തന്നെ ഡയറക്റ്റ് ചാമ്പ്യൻസ് ഗോൾഡൻ റിട്രീവറിൽ ഒത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്, ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി തന്നെ ഇരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ഡോഗിന് എടുക്കുന്നത് നല്ല ചാമ്പ്യൻ ടോപ്പ് ഡയറക്റ്റ് ചാമ്പ്യൻ ലൈനിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇപ്പം മിക്കവരും കാണുന്നവർ വിചാരിക്കുന്നുണ്ട് ഒരു പപ്പീനെ എടുക്കുമ്പോൾ എല്ലാവരും നല്ല രസമുണ്ട്, വലുതായാലും നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ ചിലവരെടുക്കുമ്പോൾ മൊത്തം ഒരു വലുതായ ഒരു സുഖം തോന്നുന്നില്ല, ഒരു കാണാനൊരുക്കും. ഇപ്പോൾ നമ്മൾ പപ്പീനെ എടുക്കുമ്പോൾ നോക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും പറയാം. പപ്പീനെ എടുക്കുമ്പോൾ ഫസ്റ്റ് എങ്ങനെയാണെങ്കിലും നമ്മൾ 2 പേരൻസിനെ, അതായത് ഫാദറിനെയും മദറിനെയും കണ്ട് തന്നെ പപ്പീനെ എടുക്കാനായിട്ട് നോക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം കഴിവതും എല്ലാവരും ഇപ്പം ഒരു നോർമൽ ഡോഗ് ആണെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കയറ്റി അതൊരു സർട്ടിഫൈഡ് ഡോഗ് ആക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് വെച്ച് നമ്മളിപ്പോൾ ഒരു സർട്ടിഫൈഡ് ഡോഗ് ആണെന്ന് പറഞ്ഞാൽ പോലും ആ സർട്ടിഫിക്കറ്റിനുള്ള ഗുണം ആ ഡോഗിനുണ്ടോ എന്ന് നമ്മൾ കണ്ടിട്ട് പപ്പീനെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഹെയർ ഗ്രോത്ത് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെയറി ബ്രീഡുകളെല്ലാം ഒരു 45-50 ദിവസം വരെയാണ് അതിൻ്റെ ഒരു ബഫ്ലി ഫീൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു 50 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും മങ്കി സ്റ്റേജ് എന്ന് പറയും. ആ സ്റ്റേജ് വെച്ച് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രീവർ, പോമറേനിയൻ ഇവരെല്ലാം ഒരു ഹെയർ കുറയുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രോത്ത് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എപ്പോഴും പേരൻസ് എങ്ങനെയുണ്ടോ ആ ഒരു ഇതിൽ പപ്പി വരുമെന്ന് നമുക്ക് അതിനാണ് പേരൻസിനെ കണ്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, പേരൻസിൻ്റെ ഒരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഇപ്പം മിക്കവരും ക്വാളിറ്റി പേരൻസിന് മിക്കവരും കാണിക്കും, ചിലവർ ഫോട്ടോ അയച്ചോളൂ. അപ്പോൾ അതിനകത്ത് ഫേക്ക്
നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? പപ്പീസിനെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് പറയാൻ പറ്റും ചിലർക്ക് ചില രീതിയിൽ. എന്താണെന്ന് വെച്ചാൽ ഫാദറും മദറും ഇത്രയും ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പപ്പിക്ക് ഉറപ്പായിട്ടും ആ ഒരു ഇത് കാണുമല്ലോ. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവരും പപ്പീനെ എടുക്കുവാണെങ്കിൽ ഫാദറിനും മദറിനും കാണണമെന്നാണ് കണ്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ എപ്പോഴും അത് പോസിബിൾ ആവണമെന്നുമില്ല. അപ്പോൾ ശരിക്കും നമ്മളിപ്പം മിക്കവരും ഡോഗ്സിനെ ഷോപ്പിലാണ് പോയി എടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. ചിലപ്പോൾ ലക്കിലി നല്ല ഡോഗ്സ് കിട്ടാനും ഉണ്ട്. ചില ഷോപ്പിലൊക്കെ ഞാൻ നല്ല ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും, ഞാൻ പണ്ടൊക്കെ നേരത്തെ ഡോഗ്സിനെ എടുക്കാൻ പോയപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഞാൻ പേരൻസിന് പോയിട്ട് അവർ ചിലവർ അയച്ചു തരും, ചിലവർ നമുക്ക് അങ്ങനെ അയച്ചു തരാൻ ഉണ്ട്. നമുക്ക് കോട്ടയത്ത് തന്നെ 1-2 നല്ല ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ 1-2 ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ട്. മെയിനായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ വളർത്തുന്ന ഡോഗിനെ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ബ്രീഡറിനെ അല്ലെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സ് ആണെങ്കിൽ ഒറ്റ ഡോഗിനെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നവരാണെങ്കിൽ അവർ നല്ലോണം കെയർ ചെയ്ത് നല്ല മെയിലിനെ സെലക്ട് ചെയ്ത് മേറ്റ് അയച്ച് അവർ വർഷത്തിൽ 1 ലിറ്ററോ 2 ലിറ്ററോ ഇറക്കത്തുള്ളൂ. പക്ഷേ അത് നല്ല പപ്പീസ് ആയിരിക്കും നമുക്കത് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുമ്പോഴത്തേക്കിനും അവരൊരിക്കലും ഒരു മോശം പപ്പീനെ ഇറക്കത്തില്ല. കാരണം അത് അവരുടെ ബ്രീഡിങ്ങിനെയും അവരുടെ ഗുഡ് വില്ലും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവരുടെ നിന്ന് എടുക്കുമ്പോഴും നമുക്ക് നല്ല പപ്പീസ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളിപ്പം പപ്പിയുടെ എടുക്കുന്നൊരു കാര്യം നമ്മളത് പപ്പീനെ പറഞ്ഞാൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒക്കെ ഒന്ന് പറയാം. ആയാലും മരുന്നിൻ്റെ ഒക്കെ കാര്യങ്ങളായാലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളെപ്പോഴും സ്റ്റാർട്ടർ റോയൽ കനേൻ്റെ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു 3 മാസത്തോളം അത് തന്നെ കൊടുക്കും. ഇവരെ പിന്നെ ഞാൻ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഞാൻ കഴിവതും ഡ്രൈ ഫുഡ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇവരെ വളർത്തുന്നത്. എൻ്റെ ഒരു ഫുഡിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ കുറുക്ക് കൊടുക്കും. സാധാരണ ഈ നവധാന്യവും പാലും എല്ലാം കൂടെ ഒരു കുറുക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നാടൻ ഇപ്പം നമ്മൾ ഇവിടെ ഒരു വീട്ടിൽ നിന്ന് നാടൻ കോഴിയുടെ മുട്ട കിട്ടും. അപ്പോൾ ആ ചൂടോടുകൂടി ഇറക്കി വെക്കുന്നതിൻ്റെ അകത്തോട്ട് ഈ നാടൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് തണുക്കുന്ന സമയം കൊണ്ട് ആ മുട്ട ഒരു ശക്കല ഒന്ന് വാടി കിട്ടും. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാണ് ഇവർക്ക് രാവിലെ കൊടുക്കുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4 മണിയോടുകൂടി റൈസിൻ്റെ കൂടെ മത്തി കൊടുക്കുന്നത്. മത്തിയും ചോറും തന്നെയാണ് കൊടുക്കുന്നത്, മാറ്റത്തൊന്നുമില്ല. ഇടയ്ക്ക് വല്ലതും മാത്രം ബീഫ് കൊടുക്കും, അല്ലാതെ ഫുള്ള് മത്തിയും ചോറും തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ മത്തിയും ചോറും കൊടുക്കുന്നത് ഏറ്റവും നല്ലതല്ലേ? മത്തിയും ചോറും കൊടുക്കുന്നത് ഹെയറി ബ്രീഡുകൾക്ക് എപ്പോഴും നല്ല. അവർക്ക് ഒമേഗ 3 കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഹെയർ നല്ല ഗ്ലേസിങ് ഉണ്ടായിരിക്കും, ഹെയർ നല്ലപോലെ ഗ്രോത്തും ഉണ്ടായിരിക്കും. ഇതുവരെ മത്തി കൊടുത്തിട്ട് യാതൊരു വിധ കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ പപ്പിയുടെ ഫുഡിൻ്റെ കാര്യം നമുക്ക് ഇനി അതിൻ്റെ മരുന്നിന് സ്റ്റാർട്ടിങ് ഒരു കുത്തിവയ്പ്പ് ഇനി ഇതൊക്കെ എടുക്കത്തില്ല, അതിൻ്റെ ഒന്ന് കാര്യം പറയാം. വാക്സിനേഷൻ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വാക്സിനേഷൻ 45 ദിവസം പ്രായമാകുമ്പോഴത്തേക്കിനും എടുക്കും. പിന്നെ അതിൻ്റെ 2 ബൂസ്റ്റർ അതാകുമ്പോഴത്തേക്കിന് ഈ 5 അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ അതാണ് എടുക്കുന്നത്. പിന്നെ അത് 1 വർഷം കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ തന്നെ റിപ്പീറ്റേഷൻ വീണ്ടും ചെയ്യും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഹെയറി ബ്രീഡാണ്, അപ്പോൾ അതിന് മെയിനായിട്ട് പെട്ടെന്ന് രോഗം എന്തെങ്കിലും വരാൻ ചാൻസ് കൂടുതലല്ലേ? ഹെയറി ബ്രീഡ്സിന് രോഗം അങ്ങനെ വലുതായിട്ട് വരാനില്ല, പക്ഷേ മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലാണ്. മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിലും വരാൻ. അതെ, നമ്മളത് ഡെയിലി കോംബ് ചെയ്തൊക്കെ കൊടുത്തില്ലെങ്കിൽ അവരുടെ ആ ഹെയറിനിടയ്ക്ക് കട്ടി പിടിച്ചിട്ട് ചെറിയ പൊട്ടലുകളുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകും. നമ്മൾ അറിയത്തില്ല. ഇത്ര ഹെയർ ഉള്ളതുകൊണ്ട് നമ്മൾ ഡെയിലി ഗ്രൂം ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കെങ്കിലും ഹെയറിനുള്ളിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. കുളിപ്പിക്കുന്നത് ഞാനൊരു ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ കൂടുമ്പോൾ മാത്രമേ കംപ്ലീറ്റ്ലി ഷാംപൂ ബാത്ത് ചെയ്യത്തുള്ളൂ. അതിനുള്ളിൽ ഈ ഗ്രൂമിങ് തന്നെ എപ്പോഴും ചെയ്യണം. ശരത്തേട്ട നമ്മളൊരു ഗോൾ ശരത്തേട്ടൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെ പേരെന്ന് പറയാം? ഞാൻ ഹിമാലയയുടെ എറീന എന്ന് പറഞ്ഞ ഷാമ്പൂ ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഷാമ്പൂ തന്നെയാണ്. നല്ല കോസ്റ്റ്ലി അല്ല ഷാമ്പൂ അത്യാവശ്യം 400 അറൗണ്ട് വരും, അത്രയേ ഉള്ളൂ. പക്ഷേ അത് ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഒരു 2-3 പ്രാവശ്യം കുളിപ്പിക്കാണ്ടുള്ളതായിരിക്കും. മെയിനായിട്ട് ഡോക്ടർമാരും കൂടുതലും പറയുന്ന ഈ ഷാമ്പൂവിനെ കുറിച്ചാണ് തോന്നുന്നത്. ഇത് നമ്മൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് സാധനമാണെങ്കിലും യൂസ് ചെയ്യുന്നത്. അത് ഓരോ ഏജിലും ഓരോ ഹെയറിൻ്റെ ഗ്രോത്തും ഒക്കെ അനുസരിച്ച് ഇത് മാറി നമുക്ക് കുറിച്ച് തരും. അതനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാനൊരു എന്ന് വെച്ചാൽ ഒരു ബ്രീഡർ രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ വരുവാണെങ്കിൽ അവരോട് നമ്മളൊരു സ്റ്റഡ് ഡോഗിന് തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ എടുക്കേണ്ട കാര്യം പറയാം? സ്റ്റഡ് ഡോഗ് നമ്മൾ അഡൽട്ട് ഡോഗ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ പ്രീവിയസ് സ്റ്റഡ് ചെയ്തിട്ടുള്ള ഡോഗാണോ, റിസൾട്ട് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മളൊരു പപ്പീനെ എടുത്ത് വളർത്തുവാണെങ്കിൽ നമുക്ക് അത് കൊച്ചിലെ മുതൽ നമ്മൾ ട്രെയിനിങ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം മറ്റ് ഡോഗ്സിനായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ സ്റ്റഡ് ഡോഗിനെ ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ചിലവർ ബോൾസിൻ്റെ ഒക്കെ കാര്യം നോക്കിയെടുക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് പപ്പി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊരിക്കലും പറ്റത്തില്ല. പപ്പി സ്റ്റേജിൽ നമുക്കത് അറിയാൻ പറ്റത്തില്ല. അഡൽട്ട് ആയതിനു ശേഷം നമ്മൾ സ്റ്റഡ് ഡോഗിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോയി സ്റ്റഡ് ഡോഗിനെ എടുക്കാനായിട്ടാണെങ്കിൽ അത് പ്രീവിയസ് മേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനിൽ പപ്പി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി
നമുക്ക് എടുക്കാം. ഓക്കെ. ഇപ്പോൾ റൈഫിലിന് ഇപ്പം ഷോയ്ക്കൊക്കെ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ റൈഫിലിന് ഒരു ഷോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കോട്ടയത്തെ ഷോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഷോ ചെയ്യുമ്പോഴത്തേക്കിനും അവന് 8 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ആ റിങ്ങിൽ ഫസ്റ്റ് ബെസ്റ്റ് പപ്പിക്കുള്ള കിട്ടിയായിരുന്നു. പപ്പി ക്ലാസ്സിൽ ഇറക്കിയത്. പിന്നെ നമുക്ക് അഡൽട്ട് ആയതിന് ശേഷം എനിക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷോ ഒന്നും പിന്നീട് ചെയ്യാൻ സാധിച്ചില്ല. അതിന് നെക്സ്റ്റ് വന്ന പാലക്കാട് ഷോ ആയിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്ന് വിചാരിച്ചിരുന്നത് പറ്റിയില്ല. തൃശ്ശൂർ ഷോ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് സമയമായപ്പോൾ എനിക്ക് ലീവ് കിട്ടിയില്ല, പോകാൻ പറ്റിയില്ലായിരുന്നു. ഇനിയിപ്പം വരുന്ന ഷോസ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റഡിൻ്റെ ഫീസിൻ്റെ കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? സ്റ്റഡ് ഫീസ് ഇപ്പം ഞാൻ ഒരു സ്റ്റഡ് ചെയ്യുന്ന സമയത്ത് 2000 രൂപ ഫീസും ഒരു പപ്പിയുമാണ് എടുക്കുന്നത്. മെയിനായിട്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൊത്തം പപ്പി ഇല്ലാതെ ക്യാഷ് മീറ്റ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ഡോഗിനെ കൊണ്ട് വരുന്നവർ ഇപ്പോൾ ഹീറ്റായി കറക്റ്റ് ഒരു 10 ദിവസം 11 ദിവസത്തിനുള്ളിൽ നമ്മൾ ഡോഗിനെ മേറ്റ് ചെയ്യിക്കണം. ഇപ്പോൾ ഒരു ഗോൾഡൻ റിട്രൈവർ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ കളിച്ചാൽ സ്റ്റഡ് ഫീസ് ഏറ്റവും കുറഞ്ഞ ഒരു 15 രൂപ വരെയെങ്കിലും വരുന്നുണ്ട്. നമുക്ക് എങ്കിലേ അത് ഇതാവത്തുള്ളൂ, ബാലൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈവൻ റൈഫിളിനെ ഷോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന് നമുക്ക് അധികം അങ്ങ് സ്റ്റഡി ചെയ്യിക്കാൻ പറ്റത്തില്ല. ഒരു സെലക്റ്റീവായിട്ടുള്ള 1-2 ഫീമെയിൽസിനെ നമ്മൾ ഒരു മാസം ചെയ്യിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം തന്നെ നമുക്ക് അതിൽ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഡോഗ് ഹീറ്റായി 10-11 ദിവസത്തിനുള്ളിൽ നോർമലുള്ള ഒരാൾക്ക് ഒരു 15 രൂപ റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് മേറ്റിൽ ബലം പിടിക്കാതെ പപ്പി ടൈംസിൽ തന്നെ. അപ്പോൾ നമ്മളൊരു ലിറ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള ഡോഗിനെ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാമെന്ന് പറയും. ഇപ്പം നമ്മൾ 15 ലിറ്റർ ഹീറ്റായി കഴിയുമ്പോൾ 15-14 ദിവസത്തോളം നമ്മൾ ചെയ്യിക്കുമ്പോൾ അതിന് മെയിനായിട്ട് നോക്കേണ്ട അതിൻ്റെ അവിടെ തൊട്ടുള്ള പാറ്റേൺ പറയും നോക്കിയെടുക്കേണ്ടത്. പാറ്റേൺ എന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ് ആകുമ്പോൾ തൊട്ട് പറയാം. ഇപ്പോൾ ഒരു ഡോഗ് നമ്മൾ ഇന്ന് ബ്ലീഡിങ് കണ്ട് ഇപ്പം നമ്മൾ ചിലർ ഇപ്പം അന്ന് തന്നെ കാണണമെന്നില്ല. ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ കറക്റ്റ് കാണുന്ന ദിവസമാണെങ്കിൽ ഞാൻ ചെയ്യിക്കുന്നത് 11-13 ദിവസം, 11-ാമത്തെ ദിവസം 13-ാമത്തെ ദിവസം ചെയ്യിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ സ്ഥലത്തില്ലായിരുന്നു, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഡോഗ് ഹീറ്റായി നിൽക്കുക. അപ്പോൾ എത്ര ദിവസമായെന്നൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ വെറുതെ റിസ്ക് എടുക്കല്. കറക്റ്റ് ഇപ്പോൾ ഹോസ്പിറ്റലുകളിലെല്ലാം ലാബ് ടെസ്റ്റുകളുണ്ട്, അത് ചെയ്ത് കൺഫേം ചെയ്തിട്ട് ആ റിസൾട്ട് അറിയുന്ന ദിവസം തന്നെ മേറ്റ് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. മേറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസത്തേക്കെങ്കിലും കഴിവതും ഒന്ന് ഓട്ടവും ചാട്ടമൊക്കെ ഒന്ന് ഒഴിവാക്കി നിൽക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ എല്ലാം ടെക്നിക്കലി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു ഡെലിവറി ഡേറ്റ് എന്നാണെന്നുള്ളതോ എത്ര പപ്പീസ് ഉണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് പകുതി റിസ്ക് ഒഴിഞ്ഞ് കിട്ടും. എത്ര പപ്പി ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് റിസ്ക് ഒഴിവാകും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു പപ്പി കഴിഞ്ഞ് അടുത്ത പപ്പിയിലോട്ട് കുറച്ച് സമയം വ്യത്യാസം വരും. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് പപ്പീസൊക്കെ പെട്ടെന്നാവും, പിന്നെ വരുമ്പോൾ ടൈം കൂടുതലെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ അവസാന പപ്പി വന്നൊരു 6 പപ്പി 7 പപ്പി വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത പപ്പിയിലോട്ടുള്ള ഡ്യൂറേഷൻ കുറച്ച് കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞെന്ന് കരുതി പോകുന്ന സമയത്തായിരിക്കും ചിലപ്പം അടുത്ത പപ്പി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പപ്പി ഉണ്ടാകുമ്പോൾ എല്ലാ ഒരു 80% ഫീമെയിൽസ് നല്ലപോലെ കെയർ ചെയ്യും. പക്ഷേ ചില ഡോഗ്സ് അവരുടെ മറ്റേ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരു സ്ലേവ് പോലെ കാണും. അപ്പോൾ അതൊന്നും ചിലപ്പോൾ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ബ്രീത്ത് എടുക്കാൻ പറ്റാതെ പപ്പീസ് എത്തുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ലാബ് ഇതെടുത്ത് പപ്പീസ് എത്ര എണ്ണം ഉണ്ടെന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു റിസ്ക് ഒഴിവായി കിട്ടും. കാരണം ഇത്ര പപ്പി ഉണ്ടെന്ന് നമുക്കറിയാം. ആ പപ്പീസ് ഒരെണ്ണം പോലും പോകാതെ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ആരുടെ നമ്മളിപ്പോൾ ട്രെയിനിങ് വിടാറുള്ളത്? ഇവനെ ഞാൻ ഷോ ചെയ്തത് കറക്റ്റ് 10 ദിവസത്തെ ട്രെയിനിങ്ങിലാണ് ഞാൻ അവനെ ഷോ ചെയ്ത് ബെസ്റ്റ് പപ്പി കിട്ടിയത്. അത് നമ്മുടെ വൈക്കത്തെ കണ്ണൻ എന്ന് പറഞ്ഞ കണ്ണേരൻ, ബെല്ലയുടെ ചാമ്പ്യൻ, നമ്മുടെ ചാമ്പ്യൻ ബെല്ലേനെ തന്നെ കണ്ണേട്ടൻ കറക്റ്റ് 2 ഷോ കൊണ്ട് ചാമ്പ്യനാക്കി എടുത്തത്. അപ്പോൾ അവൻ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതുവരെ ഒരു ട്രെയിനിങ് കിട്ടാത്ത ഒരു ഡോഗ് കറക്റ്റ് 10 ദിവസത്തെ ട്രെയിനിങ് കൊണ്ടാണ് ഇവൻ അത്രയും നന്നായിട്ട് അന്ന് കോട്ടയത്ത് ആ റിങ്ങിൽ പെർഫോം ചെയ്തത്. അപ്പോൾ കണ്ണേട്ടൻ്റെ ഒറ്റ ഇതാണ്. പിന്നെ ഇവന് യൂസ് ചെയ്യുന്ന ഷാമ്പു ആണെങ്കിലും ശരി, സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും ശരി, ഫുഡ് പോലും കണ്ണേട്ടൻ്റെ ഗൈഡൻസിലാണ് ഫുള്ള് പോകുന്നത്. അപ്പോൾ റൈഫിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കണ്ണേട്ടന് മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പപ്പീനെ സ്റ്റഡ് പപ്പീനെ എടുക്കാം. അപ്പോൾ അതിൻ്റെ സെയിൽസിൻ്റെ കാര്യമൊക്കെ എന്ന് പറയാൻ പറ്റും? സ്റ്റഡ് പപ്പി ആയതുകൊണ്ട് നമുക്ക് സെയിൽ എനിക്കിപ്പോൾ വീട്ടിലോട്ട് പപ്പീനെ കൊണ്ടുവരാനുള്ള ഒരു ഇതുപോലും കിട്ടുന്നത്. നമുക്ക് അതുപോലെ ഇവൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവൻ്റെ പപ്പീസ് ഉണ്ടോ എന്നുള്ള എൻക്വയറി നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ 2 പപ്പി ഇപ്പം തന്നെ ഓൾറെഡി ബുക്കിംഗ് ആയി നിൽക്കുവാണ്. ഞാൻ അഡ്വാൻസ് മേടിക്കത്തില്ല, ഡയറക്റ്റ് അവരെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പപ്പീനെ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മൾ സെയിൽസിന് നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെ എല്ലാം അല്ലാതെ ഉണ്ട്. ഇപ്പം നമുക്ക് ഗ്രൂപ്പുകളുണ്ട് ഒത്തിരി. ഇപ്പം എനിക്ക് ഗോൾഡൻ റിട്രൈവറിൻ്റെ ഗ്രൂപ്പുകളിൽ അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ നമ്മുടെ സ്പിറ്റ്സിൻ്റെ ഞങ്ങൾക്ക് പോമാൻ സ്പിറ്റ്സ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ട് റൺ ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രൂപ്പാണ്. നല്ല ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ആ ഗ്രൂപ്പിൽ.
ഇപ്പം നമ്മൾ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അതിന് ഉള്ള ഉത്തരം നമുക്ക് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ഉത്തരം നമുക്കതിന് കിട്ടിയിരിക്കും. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്രീഡർമാർ, ഡോക്ടറും. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് വെച്ചാൽ ഹാക്കിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അതിൽ സംശയം ചോദിക്കുന്ന ഒരു മെമ്പർക്ക് പോലും അവർക്കതിനൊരു ഉത്തരം കിട്ടാതിരിക്കത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ റെക്ട്രീവർ ബ്രീഡാണെന്ന് വെച്ചാൽ ഹെയർ കൂടുതലാണ്. അപ്പോൾ അതിന് ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്യാൻ പിള്ളേരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഉണ്ട്. പിന്നെ നമുക്കൊരു ഗ്രൂപ്പ്, നമ്മൾ ഈ റൈഫിളിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കിപ്പോൾ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒത്തിരി പിള്ളേരുണ്ട്. പിള്ളേരെന്ന് വെച്ചെന്നാൽ അവർക്ക് അത്യാവശ്യം ഡോഗ്സ് ഒക്കെ ഉള്ളതാണ്, എങ്കിൽ ഇവനോടുള്ള ക്രൈസും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പിള്ളേരാണ് നമ്മുടെ സിബിന്, നിഖിൽ, നമ്മുടെ തരുൺ ചേട്ടൻ, സുഭാഷ് ചേട്ടൻ, തേജസ്, ഉണ്ണിച്ചേട്ടൻ, പിന്നെ ഡെന്നി ചേട്ടൻ, നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് സന്തോഷ് സാർ എന്ന് പറയുന്നത്. സന്തോഷ് സാറൊക്കെ ഇപ്പം നമുക്ക് ഫുള്ള് ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും സാറിന് ഡോഗ്സ് ഉണ്ട്, എനിക്കുണ്ട്. അപ്പോൾ എന്ത് കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് അത്രയും വലിയൊരാളെന്നുള്ളൊരു മറിച്ച് നമുക്കൊരു എല്ലാവരും ഈക്വലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് തന്നെ കൂടെയുണ്ട്. അതുപോലെ നമ്മളൊരു ഡോഗിന് നമ്മൾ മെയിനായിട്ട് പറയാൻ അതിൻ്റെ റേറ്റിൻ്റെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒന്നും പറഞ്ഞേക്കാം. റേറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ റിട്രൈവർ ഇപ്പം നമുക്കൊരു 18 രൂപ മുതൽ മുകളിലോട്ട് പപ്പീസ് കിട്ടും. അത് എല്ലാം അത് ലൈനേജിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ ചാമ്പ്യൻസ് ലൈനേജൊക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ റൈഫിളിൻ്റെ പപ്പിയൊക്കെ ഞാൻ 22 രൂപ 24 രൂപ റേഞ്ചിൽ സ്റ്റഡ് പപ്പി സർട്ടിഫൈഡ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് നമുക്ക് റൈഫിൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന് KCIയുടെ പേപ്പർ എടുക്കാനായിട്ടുള്ള ടൈം ആയിട്ടില്ല. 15 മാസത്തിന് ശേഷമാണ് KCI എടുക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന 2 പപ്പീസും വിത്തൗട്ട് KCI ആണ് ഇറങ്ങിയേക്കുന്നത്. അത് രണ്ടും ഞാൻ കൊടുത്തത് ഒരു 15 രൂപ റേഞ്ചിലാണ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്കിത് ഒരു സക്സസ്ഫുള്ളായിട്ട് ഇത്ര ഡോഗ്സിനെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൂടെ വേണം. അനിയും കുഴപ്പമില്ല, അനിയന് ഇവരെ ഹാൻഡിൽ ചെയ്യുമോ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ റൈഫിളിനാണെങ്കിലും അവൻ ഇപ്പോൾ ഞാനൊരു 2 ദിവസം ഡ്യൂട്ടിയുടെ കാര്യമായിട്ട് മാറി നിൽക്കേണ്ടിയൊക്കെ വന്നാൽ പോലും അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. പിന്നെ അമ്മയ്ക്ക് ഇവനെ വെളിയിൽ ഇറക്കാനോ ഒന്നും അമ്മയ്ക്ക് പറ്റത്തില്ല. ഇവൻ കുറച്ചും കൂടെ പവർഫുൾ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ വലിച്ചിടുവോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ കൂട്ടി കിടക്കുമ്പോഴത്തേക്കിനും അവരൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആരോടാ സംസാരിക്കുന്നതെന്ന് കരുതി ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അമ്മ അവനും കൂടെ നിന്ന് സംസാരിക്കുന്ന കാണാം. അപ്പം ഒരു കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടിൽ സപ്പോർട്ടീവാണ്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പപ്പിയുടെ സ്റ്റഡിൻ്റെ കാര്യമായാലും എന്ത് കാര്യങ്ങളും നമുക്ക് ശരത്തേൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരത്തേനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വ്യൂസ് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.